ഐ ആം പേർലിമാണി. അതായത് ഐ ആം പേർലിമാണി എന്ന് പേർലിമാണി അഭിമാനത്തോടു കൂടി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതൊരു കോൺഫിഡൻസ് ആണ്. നമ്മുടെ സ്വന്തം പേര് പറയണമെങ്കിൽ പറയാനായിട്ട് ഒരു പ്രത്യേക ഒരു ആത്മവിശ്വാസമാണ്. അങ്ങനെ ആത്മവിശ്വാസത്തോടു കൂടി സംസാരിക്കുന്ന അവരെ നമുക്കറിയാം. നല്ല രസമുള്ള ഇന്റർവ്യൂസ് എടുക്കുന്നു. ബിഗ് ബോസ് താരമാണ്. അവരുടെ ഇന്റർവ്യൂസ് ഒക്കെ വളരെ നല്ലതാണ്. സെലിബ്രിറ്റീസിനെ ഒക്കെ വെച്ച് നമ്മൾ ഫുള്ള് ഇരുന്ന് കാണും. അത്രയ്ക്ക് വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഇന്റർവ്യൂസ് ആണ്. പക്ഷെ ഇപ്പൊ ഞാൻ പറയാൻ വരുന്ന വിഷയം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻസ്റ്റഗ്രാമിൽ പേർളിമാണി കുറിച്ച ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ നടത്തുന്ന ഒരു പ്രൊട്ടസ്റ്റ്, യുവാക്കൾ നടത്തുന്ന ഒരു പ്രൊട്ടസ്റ്റ്, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആ ഒരു ആഭിമുഖ്യത്തിൽ മറ്റു പാർട്ടികളുടെ സംയോജിതമായ രീതിയിൽ ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നു. എന്തിനാണ്? നീറ്റ് പരീക്ഷയും അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ ചോർന്നതും അതുപോലെ തന്നെ CBSE എക്സാമിന്റെ മൂല്യനിർണ്ണയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിലാണ് നമ്മുടെ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നും പറഞ്ഞ് ഒരു വമ്പൻ പരിപാടിയാണ് അവിടെ നടക്കുന്നത്. അവിടെ പേർളിമാണിയുടെ പോസ്റ്റ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത് വളരെ നല്ല ഇതാണ്, നമുക്ക് ആവശ്യമാണ്, ഇന്നത്തെ യുവത ഫൈറ്റ് ചെയ്യണം, അതായത് ഇപ്പോഴത്തെ ആവശ്യങ്ങൾ, അതായത് നല്ലൊരു സിസ്റ്റം, വിദ്യാഭ്യാസ സിസ്റ്റം റെഡിയാകുവാൻ വേണ്ടിയിട്ട് നമ്മൾ പോരാടണം. അങ്ങനെ കുറെ വിദ്യാഭ്യാസം പരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്ത്, നിങ്ങൾ വേഗം തിരിച്ചു വീട്ടിലോട്ട് പൊക്കോളൂ, നിങ്ങൾ തിരിച്ചു വീട്ടിൽ പോകൂ, നിങ്ങൾ ഫൈറ്റ് ചെയ്ത് നിങ്ങളെ ഇല്ലാതാക്കരുത്, നിങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരുടെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കരുത്, നിങ്ങൾ തിരിച്ചു പോകൂ, സമാധാനപരമായി തിരിച്ചു പോകൂ, എല്ലാം ശരിയാവും. അല്ലെങ്കിൽ അതാണ് ഉദ്ദേശം. അതായത് അവർ പറഞ്ഞത് ചിലപ്പം അവരുടെ മൈൻഡ് തല്ലും. ഒത്തിരി പേര് അങ്ങോട്ടും ഇങ്ങോട്ടും, പോലീസുകാരും അതുപോലെ തന്നെ ഈ പറഞ്ഞ വിദ്യാർത്ഥികളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും. ഭയങ്കര സീനൊക്കെ നമ്മൾ കണ്ടതാണ്. ലാത്തിക്കടി, അതുപോലെ തന്നെ ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നു. വിദ്യാർത്ഥികൾ, ചെറുപ്രായത്തിലുള്ള കുട്ടികളുടെയൊക്കെ എന്താ പറയുക, പരിക്കുകൾ പറ്റി അവർ പോകുന്നത് കണ്ടപ്പോൾ മേ ബി അതുകൊണ്ടായിരിക്കണം അവരങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടത്. പക്ഷേ നമുക്കറിയാം, ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് ഒക്കെ നടന്നാൽ മാത്രമേ ഉള്ളൂ എന്തെങ്കിലും അത് അനങ്ങാതിരിക്കുന്ന അധികാര പദവിയിലുള്ളവർ ഒന്ന് അനങ്ങത്തുള്ളൂ. അതുകൊണ്ട് എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ ഇത്രയും ശക്തമായ ഒരു പ്രൊട്ടസ്റ്റ് വന്ന സമയത്ത് തന്നെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇന്നലെ ഒരു ലൈവ് വരികയും അതിന് പരിഹാരമുണ്ടാക്കും എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുകയും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശക്തമായ രീതിയിൽ ഇത്രയും വലിയൊരു പ്രൊട്ടസ്റ്റ് നടക്കുന്നു, നിരാഹാര സമരം നടക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയത്താണ് പേർളിമാണിയുടെ വക ഇങ്ങനെ ഒരു രണ്ട് സൈഡിലും ചവിട്ടി നിൽക്കുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് വന്നത്. ആ പോസ്റ്റ് വന്നപ്പോൾ ഉണ്ടായ ഒരു കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ താഴെയെല്ലാം ഒരുപാട് പേര് വിമർശനങ്ങളുമായിട്ട് വന്നു. ഇപ്പം ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, നമ്മുടെ വിഖ്യാതന ഡയറക്ടർ സിബി മലയിൽ, അദ്ദേഹത്തെ അറിയാത്തവരായിട്ട് ആരുമില്ല. കാരണം അത്രമാത്രം നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള സിബി മലയിലിന്റെ മകൻ സിബി മലയിൽ ആ പേർളിമാണിയുടെ പോസ്റ്റിന് താഴെ ഷെയ്മ് ഓൺ യു എന്ന് പറഞ്ഞിട്ടു. കാരണം ഒരു സ്റ്റാൻഡ് ഇല്ലാത്ത രീതിയിൽ അവർ സംസാരിക്കുന്ന പോലെ രണ്ട് സൈഡിലും എന്താ പറയാ, വിദ്യാർത്ഥികളോടൊക്കെ വീട്ടിൽ പോകാൻ പറയുന്നു, പ്ലസ് കാര്യങ്ങൾ നടക്കണമെന്ന് പറയുന്നു. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കണ്ടേ, ആ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടുകൊണ്ടാണ് ഷെയ്മ് ഓൺ യു എന്നിട്ട് തൊട്ട് പുറകെ പേർളിമാണി പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ഒരു ഫെയിലിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് സിബി മലയിലിനെയാണ് ഉദ്ദേശിച്ചത്. കാരണം അദ്ദേഹത്തിന്റെ മകൻ സിനിമ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. സിബി മലയിൽ എത്രയെത്ര സിനിമകൾ ചെയ്തിരിക്കുന്നു, ഹിറ്റാക്കിയിരിക്കുന്നു. അദ്ദേഹത്തെയാണ് ഫെയിലിയർ ആയിട്ടുള്ള ഡയറക്ടർ എന്നും പറഞ്ഞ് അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറങ്ങി. അപ്പോൾ അതിന് മറുപടിയായിട്ട് സിബി മലയിൽ ഇട്ടു: നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് ഓർക്കണം, നിങ്ങൾ ആരെയാണ് ഉന്നം വെച്ച് സംസാരിക്കുന്നതെന്ന് ഓർക്കണം, നിങ്ങൾ എഴുതിയ സ്റ്റേറ്റ്മെന്റ് വായിക്കണം, ഇത്രയും പ്രൊട്ടസ്റ്റും കാര്യങ്ങളെല്ലാം നടക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടു. അപ്പോൾ മൊത്തത്തിൽ പേർളിമാണി ഏറിൽ പോയിരിക്കുകയാണ്. പേർളിമാണിയെ കുറിച്ച് പറയാനാണെങ്കിൽ, ഈ നെഗറ്റീവ് കമന്റ്സ് എല്ലാം ഡിലീറ്റ് ചെയ്യുകയും അവരെ ചോദ്യം ചെയ്യുന്നവരെല്ലാം ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കൂടെ അവർ ചെയ്യുന്നു. അതായത് ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അത് ഫേസ് ചെയ്യാൻ പോലുള്ള ഒരു ധൈര്യമില്ലാത്ത ഒരാളായിട്ടാണ് പേർളിമാണിനെ കാണുന്നത്. കാരണം വിമർശനങ്ങളോട് വിമർശനം. 5.7 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന പേർളിമാണിക്ക് ഇപ്പോൾ 5.6 മില്യൺ ഫോളോവേഴ്സേ ഉള്ളൂ. അതായത് കുറെ ഫോളോവേഴ്സ് അൺഫോളോ ചെയ്തു പോയി. കാരണം ഇത്രയും വലിയൊരു പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ, ഇത്രയും വലിയൊരു സമരം നടക്കുമ്പോൾ, ഇത് ആർക്കു വേണ്ടിയാണ്?
ഇതെല്ലാം വിദ്യാർത്ഥികൾക്കും പുതിയൊരു വിദ്യാഭ്യാസ സിസ്റ്റം റെഡിയാകുന്നതിന് വേണ്ടിയിട്ടാണ്. കഷ്ടപ്പെട്ട് പഠിക്കുന്ന നീറ്റ് അല്ലെങ്കിൽ നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവര് ഊണും ഉറക്കവും കളഞ്ഞ് പഠിക്കുന്ന ഒരു സാഹചര്യം. ഇതൊക്കെ പഠിക്കുന്ന കുട്ടികളോട്, നീറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. പേളിമാണി എന്ന് പറയുന്ന വ്യക്തിക്ക് ഉറപ്പായിട്ടും ഇത് ആരോടും ചോദിക്കുകയോ പറയോ മനസ്സിലാക്കാതെ അല്ല പോസ്റ്റ് ഇട്ടിരിക്കുന്നത് വിചാരിക്കുന്നത്. പക്ഷെ എന്തോ അവരുടെ ഉള്ളിൽ അവരുടെ അജണ്ട എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പക്ഷേ ഓരോ കുട്ടികൾക്കും, അതായത് ഇങ്ങനെയുള്ള എൻട്രൻസ് എക്സാം എഴുതുന്ന കുട്ടികൾ ഊണും ഉറക്കവും ഇല്ലാതെ ഇരുന്ന് എക്സാം എഴുതുന്ന സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനെ ചോദ്യപേപ്പർ ചോരുകയും ആ എക്സാം റദ്ദാക്കുകയും കൂടെ ചെയ്യുമ്പോഴത്തേക്കും എത്ര കുട്ടികൾ ആത്മഹത്യ ചെയ്തത്? 10-14 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. മാനസിക സമ്മർദ്ദം എന്താ പറയാ, അങ്ങോട്ട് ചെറിയ മനസ്സാ പിള്ളേര്. ഇപ്പൊ തന്നെ സമ്മർദ്ദം താങ്ങാൻ പറ്റുന്നില്ല. ആകെ ഒട്ടും സമാധാനമില്ലാത്തൊരു അന്തരീക്ഷം. അതായത് അടുത്ത തലമുറ വളർന്നു വന്നാലേ ഉള്ളൂ അവർക്ക് അവരുദ്ദേശിക്കുന്ന രീതിയിൽ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ അവർ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് നല്ല ഉന്നത ഉദ്യോഗസ്ഥർ, ഡോക്ടേഴ്സിനെയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. ആ ഭാവി അവിടെ ഇങ്ങനെ പറയുന്ന തിലാശയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ ഇതിനെതിരെ ഒരു പ്രൊട്ടസ്റ്റ് വന്നു. കാരണം വിദ്യാർത്ഥികളുടെ ഭാവിയല്ലേ. CBSE എക്സാമിന്റെ മൂല്യനിർണ്ണയത്തിൽ പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരുമ്പം ഇതിൽ ഓൾമോസ്റ്റ് എന്താ പറയാ, നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോഴത്തെ ഭരണകക്ഷിയുടെ BJPയുടെ തന്നെ പാർട്ടി പ്രവർത്തനമല്ല, അവരുടെ അനുഭാവികളുടെ മക്കൾ പോലും ഈ പ്രൊട്ടസ്റ്റിൽ ഉണ്ടെന്നാണ് പറഞ്ഞും കേട്ടും ഉള്ള അറിവ്. എൻ്റെ പറഞ്ഞും കേട്ടുമുള്ള അറിവ് ആണ് ഞാനിവിടെ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റിന്റെ ഇടയിൽ പേളിമാണിയുടെ ഇത്രയധികം ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത്രയധികം ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, ആ പോസ്റ്റിനെ ഫോളോ ചെയ്യുന്ന, അവരിട്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ഒരു സമയങ്ങളിൽ സംസാരിക്കുകയും ചെയ്യുന്ന ആളുകൾ, ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നപ്പം നിർദാക്ഷിണ്യം അതിൻ്റെ താഴെ കമന്റുകളിലിട്ട് അവരെ എന്താ പറയുക, അവർ ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഇത്രയും വീണ്ടും ഞാൻ ഈ കാരണം എന്ന് പറയുന്ന ഒരു റിപ്പീറ്റേഷൻ ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇത്രയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു സമാധാനപരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകണം. ഇപ്പൊ എന്തായാലും പ്രധാനമന്ത്രി തന്നെ ഇടപെട്ടിട്ടുണ്ട്. കാരണം അനങ്ങാതിരുന്നിട്ട് കാര്യമില്ല എന്നുള്ളത് മനസ്സിലായി. കാരണം ഇനിയും യൂത്തിന്റെ അതായത് അടുത്ത ഇലക്ഷനും കാര്യങ്ങളും വരുമ്പം ഇപ്പൊ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഇതേ യുവാക്കളുടെ വോട്ട് വേണ്ടി വരും. വോട്ട് വേണം, വോട്ട് ഇല്ലാതെ പറ്റത്തില്ല. അപ്പൊ എന്തായാലും ഈ ഒരു ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് എയറിൽ പോയിരിക്കുന്ന പേളിമാണി ഇനി എയറിൽ നിന്ന് തിരിച്ചു വന്ന് ഒന്നെങ്കിൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് വ്യക്തമാക്കണം. കാരണം ഈ വ്യക്തമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു സാധാരണ മനുഷ്യനെ പോലെ, പേളിമാണി എന്ന് പറയുന്ന വ്യക്തി എല്ലാവരെയും പോലെ ഒരു മനുഷ്യനാണ്. നമ്മൾ പറയും സാധാരണ ഒരു മനുഷ്യനാണ്. പക്ഷെ അവർ എക്സ്ട്രാ ടാലന്റഡ് ആണ്. കാരണം ഇത്രയും ആളുകളെ പിടിച്ചിരുത്തുന്ന ഒരു ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടത്തുന്ന അവരുടെ ഫേസ്, അവരുടെ ഫോട്ടോ വെച്ചിട്ട് ഒരു കണ്ടന്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിക്കും ആളുകൾ. അങ്ങനെയൊക്കെയുള്ള ഒരാള് ഇത്രയും വലിയൊരു സമരത്തെക്കുറിച്ച് പറയുമ്പോൾ ചിന്തിച്ചും കണ്ടുമൊക്കെ വേണമായിരുന്നു സംസാരിക്കാൻ. ഇതെന്റെ അഭിപ്രായമാണ്. എനിക്ക് എന്താ പറയാ, മീഡിയയിൽ കൂടി ഞാൻ കുറെ കാര്യങ്ങൾ കണ്ടു. അവരെ ഭയങ്കരമായിട്ട് മനുഷ്യനാണ്, അവർക്ക് അവരുടേതായ ഒരു പ്രൈവസിയും കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അവരുടെ സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടില്ല. ഞാനും രണ്ട് വള്ളത്തെ കാല് വെക്കുന്നതായിട്ട് തോന്നരുത്. ഉറച്ചു പറയുന്നു, അവർ ചെയ്ത സ്റ്റേറ്റ്മെന്റ് ശരിയായിട്ടില്ല, അവർ പറഞ്ഞ ആ ഒരു പോസ്റ്റ് ശരിയായിട്ടില്ല. അപ്പോൾ അവരതിന് മറുപടിയായിട്ട് എന്തായാലും ഇത്രയും പേര് ഇങ്ങനെ അവരെ ചെയ്തത് ശരിയായില്ല എന്ന് പറയുമ്പോൾ അവരതിനൊരു മറുപടി എന്ന് പറയുന്നത് എന്താണ് അവർ ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ളത് വ്യക്തമാക്കി പറയണം. പിന്നെ സിബി മലയിൽ എന്ന് പറയുന്ന ഡയറക്ടറിനെ ഉന്നം വെച്ച് ഫെയിലിയർ ഡയറക്ടർ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും സിബി മലയിൽ തന്നെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നുള്ള പോസ്റ്റുകളിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുമുണ്ട്. അപ്പോൾ എന്തായാലും എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനായിട്ട്, എന്ത് വികാരത്തിന്റെ പുറത്താണ് അദ്ദേഹത്തിന് ഒരു ഫെയിലിയർ ആണെന്ന് പറയാൻ ഉള്ള ആ ഒരു മനസ്സുണ്ടായതെന്ന് പോലും അവർ വ്യക്തമാക്കേണ്ടതുണ്ട്. കാരണം ഇവരൊക്കെ ഈ ഫീൽഡിൽ നിൽക്കുന്നതാണ്. ഈ ഫീൽഡിൽ ഒരുപാട് സിനിമകളിൽ കൂടെ പേരെടുത്ത ഒരു സംവിധായകനാണ്. ഒരു പ്രായം കഴിഞ്ഞു എന്നും വെച്ച് അവരെ ചവിട്ടിത്താത്തേണ്ട കാര്യമില്ല. എന്നാ പറയുന്നത്, പഴുത്ത ഇല താഴെ വീഴുമ്പോൾ പച്ചില ചിരിക്കും എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഈ പച്ചില പിന്നെയും പഴുത്ത് താഴെ പോകേണ്ട സാഹചര്യങ്ങളൊക്കെ, അതാണ് നമ്മുടെ ഒരു രീതി. ഭൂമി ഉരുണ്ടതാണ്, കറങ്ങിക്കൊണ്ടിരിക്കും, പ്രായമാകും. ഇപ്പൊ ഉള്ള ഫെയിമും കാര്യങ്ങളും എല്ലാം ഒരു സമയം കഴിയുമ്പോൾ തീരും. അപ്പൊ അതുകൊണ്ട് അവര് ചെയ്ത ആ ഒരു പോസ്റ്റ് എനിക്കങ്ങോട്ട്, എന്നെ സംബന്ധിച്ച് ഞാനത് കംപ്ലീറ്റ്ലി വായിച്ചു. എല്ലാവരും വിമർശിച്ച് എങ്കിൽ പോലും ഇരുന്ന് വായിച്ചു അവരെന്താണ് അവർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്.
അവരെ എല്ലാവരും അവരെന്തോ വലിയ പാതകം ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കരമായ കഠിനമായ ഭാഷയിലൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ വായിച്ചു വന്നപ്പോൾ എനിക്കും കുഴപ്പം തോന്നി. കാരണം പിള്ളേർക്ക് വേണ്ടി പറയുകയും യൂത്തിന് വേണ്ടി പറയുകയും ചെയ്യുന്നുണ്ട്, എന്നാൽ വീട്ടിൽ പോകാൻ പറയുകയും ചെയ്യുന്നുണ്ട്. യൂത്തിനോട് സമരം ചെയ്യാതെ വീട്ടിൽ പോകാൻ പറയുകയും ചെയ്യുന്നുണ്ട്. ഒന്ന് പേളിമാണിയെ പോലെയുള്ളവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശക്തമായ പ്രതിഷേധവും കാര്യങ്ങളും ഉണ്ടായാൽ മാത്രമേ അധികാരികളിലേക്ക് കാര്യങ്ങൾ നിൽക്കുകയുള്ളൂ. ഒരു ദിവസം കൊണ്ടൊരു പ്രതിഷേധം നടത്തി തിരിച്ചുപോയാൽ വലിയ ഗുണമുണ്ടാകത്തില്ല. ഇത്രയും ദിവസങ്ങൾ നീണ്ട ഒരു പ്രതിഷേധ പരിപാടികൾ നടന്നതുകൊണ്ട് മാത്രമാണ് ഈ പ്രധാനമന്ത്രി ആണെങ്കിൽ പോലും ഇടപെട്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അതിനെപ്പറ്റി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എനിക്ക് കിട്ടിയ കുറച്ച് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് പേളിമാണിയുടെ സ്റ്റേറ്റ്മെന്റിൽ ആളുകൾ പറയുന്ന കേട്ട് ആളുകൾ എന്തൊക്കെയോ സംസാരിക്കുന്നു എന്ന് മനസ്സിലാക്കി അവരുടെ പോസ്റ്റ് അവർ സ്വമേധയാ ടൈപ്പ് ചെയ്ത പോസ്റ്റ് വായിച്ച് കണ്ടും എനിക്ക് തോന്നിയ എൻ്റെ ആശയങ്ങളാണ് ഞാനിവിടെ പങ്കുവച്ചത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആർക്കെങ്കിലും കമൻറ്റ് ചെയ്യാനുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ബൈ.